FLW 116 ലേലം ആരംഭിക്കുകയാണ്. ഓഫ്സെറ്റ് പ്രൈസ് 50 ലക്ഷം രൂപ. തേവക്കാട്ട് 75 ലക്ഷം രൂപ. FLW 116 തേവക്കാട്ട് 75 ലക്ഷം രൂപ. 75 ലക്ഷം രൂപ. 75 ലക്ഷം രൂപ. വടക്കേത്തല ശിവദാസ് 1 കോടി. വടക്കേത്തല ശിവദാസ് 1 കോടി രൂപ. 1 കോടി രൂപ. 1 കോടി രൂപ. വടക്കേത്തല ശിവദാസ് 1 കോടി രൂപ. 1 കോടി 25 ലക്ഷം രൂപ. തേവക്കാട്ട് 1 കോടി 25 ലക്ഷം രൂപ. 1 കോടി 50 ലക്ഷം. ഹലോ, ഉണ്ടല്ലോ, കൊടുക്കാം. ഈ ചായ ക്ലീറ്റസാ. എന്നാടാ കുട്ടപ്പായി ചായ ലേലം നമുക്ക് പിടിക്കാൻ പറ്റും തോന്നണില്ല. എന്നാടാ നീ പറയുന്നേ? ആ വടക്കേത്തല ശിവദാസ് ചതിച്ച ചായ. 1 കോടി 75 ലക്ഷം. തേവക്കാട്ട് 1 കോടി 75 ലക്ഷം രൂപ. 2 കോടി. വടക്കേത്തല 2 കോടി രൂപ. 2 കോടി 10 ലക്ഷം. തേവക്കാട്ട് 2 കോടി 10 ലക്ഷം രൂപ. 2 കോടി 50 ലക്ഷം. വടക്കേത്തല 2 കോടി 50 ലക്ഷം രൂപ. വടക്കേത്തല 2.5 കോടി രൂപ. വടക്കേത്തല 2 കോടി രൂപ. വേണ്ട, വിട്ടുകൊടുത്തേ. അവന്റെ പിന്നിൽ ആരോ ഉണ്ട്. വടക്കേത്തല 2 കോടി 50 ലക്ഷം രൂപ. 2 കോടി 50 ലക്ഷം ഒരു തരം. വടക്കേത്തല ശിവദാസ് 2 കോടി 50 ലക്ഷം രൂപ. 2 കോടി 50 ലക്ഷം രൂപ. 2 കോടി 50 ലക്ഷം 2 തരം. 2 കോടി 50 ലക്ഷം രൂപ. 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 2.5 കോടി രൂപ. ലേലം ഉറപ്പിക്കാൻ പോകുന്നു. വടക്കേത്തല 2 കോടി 50 ലക്ഷം 3 തരം. അവൻ ചതിക്കുമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അപ്പാ. എടാ പൊന്ന എണീക്കടോ. അയ്യോ, ഇതാരൊക്കെയാ? തേവക്കാട്ട് മുതലാളിമാരാ? നിങ്ങൾ വരുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ ആളെ വിടില്ലായിരുന്നല്ലോ. എന്തായാലും വടക്കേത്തലേ, ലേലം പിടിച്ചോ? നമ്മൾ പിടിച്ചു മുതലാളി. താൻ എന്ത് മറ്റേടുത്ത പടിയോടോ കാണിച്ചത്? തേവക്കാട്ടുകാരോട് മത്സരിക്കാൻ ഈ പാവപ്പെട്ട PK ഗ്രൂപ്പുകാരെ കൊണ്ട് പറ്റുവോടോ? മുതലാളി ക്ഷമിക്കണം, അവൻ ആളറിയാതെ അങ്ങ് ഉറപ്പിച്ചതാ. അല്ലെങ്കിൽ 10-25 വർഷമായിട്ട് നിങ്ങൾ പിടിക്കുന്ന ബ്രാൻഡിൽ കയറി പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിക്കണം നിപ്പ് കണ്ടില്ലേ കഴുത. മേലിൽ എന്റെ കൺവെട്ടത് കണ്ടുപോരുത്. പോരെ മുതലാളി? എന്നതാ ഈ ചങ്ങാതിയുടെ പേര്? അയ്യോ, അലോഷിന്നാണേ. അയ്യോ എന്ന് പറഞ്ഞത് ഇനിഷ്യലാണോ? ആ, എന്നെങ്കിലും ആട്ടെ. ഏതായാലും പ്രകടനമൊക്കെ വളരെ നന്നായിട്ടുണ്ട്. തേവക്കാട്ടുകാർക്ക് FLW 116 പോയാ ആനയുടെ വാലിന്റെ അറ്റത്തെ ഒരു രോമം, അത്രേ ഉള്ളൂ. പക്ഷെ ആ രോമം കൈ കിട്ടിയെന്ന് കരുതി ഒരുമാതിരി ആളെ ആക്കിയിട്ടുള്ള നിന്റെ ഈ പ്രകടനം ഉണ്ടല്ലോ, അത് എന്റെ മറ്റടുത്ത 3ാം ക്ലാസ്സിലെ പിള്ളേർക്ക് മോണോ ആക്ടായി പറഞ്ഞു കൊടുത്തേച്ചാ മതി കേട്ടോടാ. അയ്യോ അലോഷി. അപ്പം ഈശ്വര, അവനിത് എന്ത് ചതിയാ കാണിച്ചേ? എത്ര കാലമായി നമ്മൾ പിടിച്ചോണ്ടിരുന്ന ലേലവാന്മാര് പിടിച്ചത് മഹാ നാണക്കേടായി പോയി. PK ഗ്രൂപ്പുകാർ അത്ര പണം നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ തുക കയറ്റി വിളിക്കാൻ ചെന്ന ജനസംസാരം. ലേലം പിടിച്ചതുകൊണ്ട് മാത്രം എല്ലാം തീർന്നില്ല ചായ. അവന്മാര് നമ്മളെ തോപ്പിച്ചോണ്ട് ഇവിടെ മാനവ മര്യാദയായിട്ട് കച്ചവടം നടത്തുന്ന എനിക്കൊന്ന് കാണണം. വാഴിക്കല ഞാൻ ഒരുത്തനെയും. എടാ കുട്ടപ്പായി, ബിസിനസ് രംഗത്ത് ഇതൊക്കെ പതിവാ. നീ വെറുതെ അവന്മാർക്കെതിരെ ഗുണ്ടായിസം കാണിക്കാനൊന്നും പോണ്ട. നിങ്ങൾ വിഷമിക്കണ്ട, അടുത്ത പ്രാവശ്യം നമുക്ക് തിരിച്ചു പിടിക്കാന്നേ. വേണ്ട, ഇനി ആ കച്ചവടം നമുക്ക് വേണ്ട. പണ്ട് അപ്പനായിട്ട് തുടങ്ങി വെച്ചൊരു ഏർപ്പാടായതുകൊണ്ട് ഞാനും അത് തുടർന്ന് നടത്തിയതേ ഉള്ളൂ. അത് ഇങ്ങനെ നിർത്താനായിരിക്കും ദൈവം തമ്പുരാന്റെ തീരുമാനം. എന്നേക്കുമായി നിർത്തിയേക്കാം. ഒരിക്കൽ തോറ്റ് പിൻവാങ്ങിയിട്ട് തൊട്ട് ഇനി അവറാച്ചനില്ല. അതെ, ശേഖരൻ തമ്പിയോ? ഇതെന്നാ പറ്റി ഇത്ര പെട്ടെന്നൊരു തുക എങ്ങനെ പിൻവലിക്കാൻ?
പലിശ കൃത്യമായിട്ടൊക്കെ എത്തുന്നുണ്ടല്ലോ. ഓഹോ, അത്ര അത്യാവശ്യമാണെങ്കിൽ വന്നോളൂ. ഓക്കെ. എന്നതാണെന്ന് അറിയാൻ മേല. രാവിലെ മുതൽ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം പണം വിഡ്രോ ചെയ്തുകൊണ്ട് പോവാ. ഇങ്ങനെ പോയാൽ കുറച്ച് ഫണ്ട് ഉടനെ റേസ് ചെയ്യേണ്ടി വരും. ഹലോ, എന്നാ സുധാര? എന്നാ ആര് പറഞ്ഞു? തേവക്കാട്ട് ഫൈനാൻസ് പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ആരെങ്കിലും വിശ്വസിക്കുവോ? ഛേ, ലേലം പിടിക്കാഞ്ഞത് കൈ പണമില്ലാഞ്ഞിട്ടൊന്നുമല്ല. ആ തുകയ്ക്ക് പിടിച്ചാൽ നഷ്ടം വരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങ് വിട്ടുകൊടുക്കായിരുന്നു. ആ, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും പണം വിഡ്രോ ചെയ്യാം. വന്നോളൂ. എന്റെ നാടു. ഹലോ. അപ്പ ഇത് ഞാനാ. എന്നതാടാ? എന്നാ പറ്റിയേ? എന്നാ ചതിവ് പറ്റിയെന്ന് അറിയില്ല. ഡെപ്പോസിറ്റേഴ്സ് എല്ലാം പെട്ടെന്ന് വന്ന് പണം പിൻവലിക്കുക. ഇവിടുത്തെ ഫണ്ടെല്ലാം തീർന്നു. ഉടനെ കുറെ ക്യാഷ് റേസ് ചെയ്യണം. നീ വിഷമിക്കാതിരി, എല്ലാത്തിനും നമുക്കൊരു വഴിയുണ്ടാക്കാം. എന്നാ ഇത്? ആരും ബഹളം വെക്കരുത്. എറിയരുത്, എറിയരുത്. പിടിച്ച് മാറ്റമല്ല നിർത്താനാ പറഞ്ഞത്. ബാങ്കിലുണ്ടായിരുന്ന പണം മുഴുവൻ കൊടുത്തിട്ടുണ്ട്. സീ ഫുഡ്സിൽ ഉണ്ടായിരുന്ന മുഴുവൻ ക്യാഷും കൊണ്ടുവന്നിട്ടുണ്ട്. എവന്റെയൊക്കെ മോന്തയ്ക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ. വായിച്ച പിടിച്ച് മാറ്റണവന്മാരെ അങ്ങോട്ട് കുഴിവിളെത്തിയടോ. അകത്ത് ഓഫീസിലിരിക്കുക. നിന്റെ ഒന്നും ഒരു ചില്ലി കാശും വേണ്ട തേവക്കാട്ടുകാർക്ക്. കേട്ടോടാ പുല്ലന്മാരെ. എന്നാ പിന്നെ ഞങ്ങൾ കാശ് തരാ. എത്രയാടാ നിന്റെ നക്കാപ്പിച്ച കാശ്? പറയടാ. എത്രയാണെന്ന് അക്കൗണ്ട് നോക്കി അറിയാം. എവിടാ നിന്റെ പാസ്ബുക്ക്? കാണിക്കടാ. പാസ്ബുക്ക് ഇല്ല. അക്കൗണ്ട് നമ്പര്? അക്കൗണ്ട് നമ്പർ അത് വേണ്ട. വല്ലവന്റെയും വാക്ക് കേട്ട് ഇവിടെ അതിക്രമം കാണിച്ചാലുണ്ടല്ലോ ചവിട്ടി എല്ലോടിക്കും ഞാൻ. നിങ്ങൾ ആരും പേടിക്കണ്ട. തേവക്കാട്ടുകാര് ഇന്ന് വരെ ആരെയും ചതിച്ചതായ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. കാശ് കിട്ടാനുള്ളവരൊക്കെ മാന്യമായിട്ട് വന്ന് കാശ് വാങ്ങിച്ചോണ്ട് പോയിക്കോണം. ഒരുവിളെ വിളിക്കടാ. കഴിഞ്ഞത് കഴിഞ്ഞു. ഒരു നയാ പൈസ ഇല്ലാതെ പണം തിരിച്ചു കൊടുക്കുകയും ചെയ്തു. മറ്റുള്ളവരെ പോലെ അമിത പലിശ വാങ്ങി നാട്ടുകാരുടെ കഴുത്തറക്കാൻ നമ്മൾ തുടങ്ങിയ സ്ഥാപനമൊന്നും അല്ലല്ലോ ഇത്. ബാങ്ക് പലിശ നിരക്കിൽ ഒരു ധനസഹായം അത്രേ കരുതിയിട്ടുള്ളൂ. നാട്ടുകാർക്ക് അത് വേണ്ടെങ്കിൽ വേണ്ട, ഇതോടെ നിർത്തിയേക്കാം. 10-25 വർഷമായിട്ട് ഞാൻ നോക്കിയും കണ്ട് നടത്തിക്കൊണ്ട് പോന്നിരുന്നൊരു സ്ഥാപനമാണ്. അതിങ്ങനെ പെട്ടെന്നൊരു ദിവസം പൊട്ടുകയെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ മേലപ്പ. ഇച്ചായൻ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ ആയാലും സമാധാനിക്കും. അതങ്ങ് പോട്ടെ, നമുക്ക് വേറെ എന്തെങ്കിലും തുടങ്ങാം. ഇച്ചായം വിഷമിക്കാതിരിക്കെ. ഓരോ ഡിപ്പോസിറ്റേഴ്സിന്റെ വീട്ടിലേക്കും ഫോൺ കോളുകൾ പോയിരുന്നു. കമ്പനി പൊളിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടുള്ള അനോണിമസ് കോളുകൾ. അപ്പൊ ഇത് ആരോ കരുതി കൂടി ചെയ്ത ചതിയാന്നല്ലോ. ഒരു സംശയവും വേണ്ട, ഇതിന്റെ പിന്നിൽ വന്ന് ലേലം പിടിച്ചമാര് തന്നെ. അവന്മാരുടെ ആൾക്കാരാ ബാങ്കിൽ വന്ന് കല്ലെറിഞ്ഞതും ബഹളം ഉണ്ടാക്കിയതും എല്ലാം. അതെ, അന്വേഷണത്തിനിടയ്ക്ക് അതെനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. പക്ഷേ നിയമപരമായി അവർക്കെതിരെ നമുക്കൊന്നും ചെയ്യാനൊക്കുകയല്ല. നിയമത്തിന്റെ സഹായമൊന്നും ആവശ്യമില്ല. ചതിയിലൂടെ എല്ലാം തച്ച് തകർത്തിട്ട് ഇച്ചായന്റെ ഈ കണ്ണുകൾ നിറപ്പിച്ചവന്മാരോട് മറുപടി പറയാൻ എനിക്കറിയാം. പോലീസിന്റെ നിയമം കൊണ്ട് അങ്ങോട്ട് വരാതിരുന്നാൽ മാത്രം മതി. കുട്ടപ്പായി, നീ വെറുതെ വഴക്കിലൊന്നും പോണ്ട. ഓ, എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇത്രയും സൽക്കർമ്മങ്ങൾ ചെയ്ത അവന്മാർക്ക് ഓരോ പൂച്ചണ്ടും പൂമാലയും കൊടുത്തേച്ചു വരാം. എന്റെ വക ഒരു റീത്തും. ആ പുല്ലേ, അയ്യോ, തേവക്കാട്ട് തമ്പുരാക്കന്മാരെന്താ ഇവിടെ? ഫൈനാൻസ് കമ്പനി പൊളിഞ്ഞിട്ട് ഫണ്ട് പിരിവിന് ഇറങ്ങിയതാ? എടാ, നീ ലേലം പിടിച്ചപ്പോ അത് ബിസിനസ് രംഗത്തെ ഒരു മത്സരമാണെന്ന് കരുതി ക്ഷമിച്ചു. പക്ഷെ ഫിനാൻസ് കമ്പനി തകർക്കാൻ നീ കളിച്ച കളിയുണ്ടല്ലോ, അത് കണ്ടപ്പോ മനസ്സിലായി നീ ആണും പെണ്ണും കെട്ട ഒരു പരമ നാറിയാണെന്ന്. അതേടാ, ആണും പെണ്ണും കെട്ട കളി ഒരുപാട് കളിച്ചിട്ട് തന്നെ ഇവിടം വരെ എത്തിയത്.
തേവക്കാട്ടുകാരെ കുത്തുപാള എടുപ്പിച്ച് തെണ്ടിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ നാറിയ കളികൾ കളിക്കാമോ അതൊക്കെ ഞാൻ ഇനി കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. നിന്ന് വാല് പഠിക്കാതെ പോടപ്പാ. കുട്ടപ്പായി വേണ്ട, അവന്റെ ചോര തെറിച്ച കടപ്പന്നിയുടെ നാറ്റമായിരിക്കും. പിന്നെ ദിവസം 4 നേരം കുളിക്കേണ്ടി വരും. വിട്ടരെ കുത്തി വാരിയല്ലൊടിക്കാൻ തേവക്കാട്ട് ആമ്പിള്ളേരുണ്ടെന്ന് മനസ്സിലായല്ലടാ. ഇപ്പൊ നിന്റെ നെഞ്ചത്തും മോന്തയ്ക്കും ഒക്കെ തന്നത് നമ്മൾ തമ്മിലുള്ള കച്ചവടത്തിന്റെ ചെറിയൊരു അഡ്വാൻസ് മാത്ര. ഇനിയും നിന്റെ മറ്റേ കളി കളിച്ചാലുണ്ടല്ലോ, അഡ്വാൻസ് കഴിച്ച് ബാക്കിയെല്ലാം കൂടെ എടുത്തൊരു മലത്തേച്ച് നിന്റെ രസീത് കൈ തരും കേട്ടോ. കൊച്ചനെ, PK ഗ്രൂപ്പുകാർ ആരാണെന്ന് നീ അറിയാൻ പോതേ ഉള്ളൂ. വഴിയെ അറിയിച്ചോളാം ഞാൻ.